കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേരം വെളുത്തടാ. എന്താ എടാ സുബി, എന്ത് പറ്റിയണ്ണ? എന്റെ ഫോൺ എവിടെ? അവിടെ എങ്ങനെ കാണും, ശരിക്കും നോക്കണ്ണ. ഇല്ലല്ലോടാ. എഴുന്നേറ്റേ, എല്ലായിടം ഒന്ന് നോക്കി. അണ്ണ, അണ്ണൻ എവിടെയെങ്കിലും മറന്നു വെച്ചതാവും. സ്പോട്ടിൽ നേരെ ഇങ്ങോട്ടല്ലേ നമ്മൾ വന്നത്. ഇനി ഞാൻ അവിടെങ്ങാനും വെച്ച് മറന്നതായിരിക്കോ? അവിടെ വല്ലവരുടെയും കൈ ഫോൺ കിട്ടിയാ അതോടെ എല്ലാം തീർന്നതാ. എടാ ഒന്ന് ബെല്ലടിപ്പിച്ച് അടിച്ചു നോക്കടാ. അണ്ണാ, ഫോൺ റിങ്ങാവുന്നുണ്ട്. അണ്ണാ, ആര് ഫോൺ എടുക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. പെട്ടെന്നാവട്ടെ. ചെയ്യുവാ. അണ്ണാ, ആരോ ഫോൺ എടുത്തിട്ടുണ്ട്. ഹലോ, ആരേത്? എന്റെ ഫോൺ എങ്ങനെയാ നിങ്ങളുടെ കൈ കിട്ടിയേ? ആ ഫോൺ എനിക്ക് വേണം, തന്നേക്ക്. എടാ ഗുൾസർ ഷവി, നീയായിരുന്നല്ലേ? അതെ, അതിനിപ്പോ എന്താ? നീ ആരാണെന്ന് പറ. അതെന്താ, നീ ഇപ്പൊ തന്നെ ആളെ മറന്നുപോയോ? ഞാൻ തന്നെയാടാ. 99 കുത്തിക്കൊന്നതിന് ശേഷം 100ാമതൊരുത്തനെ കുത്തിക്കൊല്ലാൻ നോക്കിയില്ലേ നീ? അത് ഞാൻ തന്നെയാ. നീ ചത്തില്ലേ? അതെങ്ങനെ നീ ഇതുവരെ ചാവാത്തെ? ചത്തില്ലടാ, നിന്റെ 100ാമത്തെ കുത്തങ്ങേറ്റില്ല. എന്റെ ഭാര്യ, അവളാടാ എന്നെ രക്ഷിച്ചത്. നിന്നോട് എനിക്കൊരു താങ്ക്സ് പറയണം. കാരണം നീ ഇങ്ങനെ ഒരു സംഭവം ഒപ്പിക്കാതിരുന്നിരുന്നെങ്കിൽ എനിക്കെന്റെ ഭാര്യയെ തിരികെ കിട്ടില്ലായിരുന്നു. ഇതെന്താ ഭാര്യ എന്ന് പറയുന്നത്? അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടായിരുന്നോ? ഭഗവാനെ, കേട്ടിട്ടുണ്ടാവല്ലേ? കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിനി രക്ഷയില്ല. ഇത്രയും നാൾ എന്നെ കൊണ്ട് സാധിക്കാത്ത കാര്യം നീയായിട്ട് എനിക്ക് നടത്തി തന്നു. ഇവളുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് നീയാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. എന്റെ ജീവിതത്തിൽ അവൾക്കുള്ള പ്രാധാന്യവും നീ എനിക്ക് മനസ്സിലാക്കി തന്നു. അതിനൊരിക്കൽ കൂടി നന്ദി. നീ എവിടെയുണ്ടെന്ന് പറയടാ. എവിടെ വെച്ചാണോ നീ കത്തി കൊണ്ട് കുത്തിയത് അവിടെ തന്നെയുണ്ട്. എന്റെ ഭാര്യയുടെ പരിചരണത്തില് പതിയെ പതിയെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വാടാ. എഴുന്നേക്കണ്ട, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. എന്റെ നെഞ്ചോട് ചേർന്ന് നീ ഉറങ്ങുന്ന കണ്ടപ്പോ ഒരു ജന്മസുഹൃതം പോലെ എനിക്ക് തോന്നിയത്. മാത്രമല്ല, ഇതെന്റെ ഭാഗ്യം. ഇനി എപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം?
ഇപ്പൊ ദേവേട്ടൻ എങ്ങനെയുണ്ട്? എനിക്കെന്താ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. ഇനി എനിക്കൊന്നും സംഭവിക്കില്ല വൈദേഹി. ഞാൻ രക്ഷപ്പെട്ടു കഴിഞ്ഞു. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും എനിക്ക് വേണ്ടി നിന്റെ ജീവൻ വരെ നൽകുമെന്നും ഇന്നലത്തോടെ മനസ്സിലായി. ഇനി എനിക്ക് ജീവിക്കണം. ഫോണില് ഭാര്യ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പൊ സ്നേഹത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല. അവരോട് ചുമ്മാ പറഞ്ഞതായിരിക്കും. അങ്ങനെയായാ മതിയായിരുന്നു. അല്ലെങ്കിൽ അച്ഛനോട് ശ്രേയോട് ഞാൻ എന്തുത്തരം പറയും? അങ്ങോട്ട് മുഖം തിരിച്ച് നീ എന്താ ആലോചിക്കുന്നേ? ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ? പ്രണയം ഒരു അഗ്നിപർവ്വതം പോലെയാ. അതങ്ങനെ എപ്പോഴും മൂടി വയ്ക്കാൻ സാധിക്കില്ല. പുകഞ്ഞ് 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 ഒരു ദിവസം പുറത്തേക്ക് ലാവയായി പൊട്ടിയൊഴുകും. ഇന്നലെ നിന്നിൽ നിന്നും പുറത്തേക്ക് വന്നതും അത് തന്നെയാ. നമ്മളെ രണ്ടുപേരെയും കാണാതെ വീട്ടിലുള്ളവര് പാവം ഇപ്പൊ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടാവും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ദേവേട്ടനെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഔഷധച്ചെടികൾ കൊണ്ടുപോകാൻ വണ്ടി വരുന്നാ പറഞ്ഞത്. എപ്പോ വരുന്നോ എവിടേക്ക് വരുമെന്നോ അറിയില്ല. നേരം വെളുത്തെന്നാ തോന്നുന്നു. ഞാൻ ചെന്ന് ചോദിക്കട്ടെ. ദേവേട്ടൻ ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതൊന്നും കേട്ടിട്ടുണ്ടാവല്ലേ? സൂക്ഷിച്ചോണേ. ദേവേട്ടൻ ജീവനോടെ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നു തോന്നുന്നുണ്ടോ ദേവേട്ട? ദേവേട്ടൻ എനിക്ക് എന്റെ ജീവനേക്കാളും വലുതാ. എന്തായാലും തൊലഞ്ഞു കിട്ടി. ഇനി ഈ വീട് എനിക്ക് സ്വന്തമായ പോലെയാ. ഈ വീട് മാത്രമല്ല, ബാക്കി കോടിക്കണക്കിന് സ്വത്തുക്കളും. വീടെന്തോ ഉറങ്ങിയ പോലെ. ഓ, അവൻ ചത്ത കാര്യം ഈ വീട്ടിലാരും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ബിഗ് ബ്രദർ ഭയങ്കര വിഷമത്തിലാണല്ലോ. അപ്പോ ന്യൂസ് അറിഞ്ഞു കാണൂ? ഏയ്, വഴിയില്ല. ബിഗ് ബ്രദർ വിഷമിക്കാൻ അനിയൻ മരിച്ചത്ര വലിയ ന്യൂസ് ഒന്നും കേൾക്കേണ്ട കാര്യമില്ല. ഭാര്യയുടെ ടോർച്ചറിങ് മതിയല്ലോ. ആരെന്തായാലും നമുക്കെന്താ. ഇനി ഈ കൊട്ടാരത്തിന്റെ അധിപൻ ഞാനാ. അജയ, മോനെ അജയ, എന്ത് പറ്റി മോനെ? എന്തിനാ എന്റെ മുഖം അറിയുന്നത്? ഏയ്
ഒന്നുമില്ല അമ്മേ. സത്യമായിട്ട് ഒന്നുമില്ലെന്ന് തന്നെയാണ് പറയുന്നത്. കരഞ്ഞു വീർത്ത മുഖവും കണ്ണുനീരും കണ്ടാൽ അറിയാൻ അമ്മയ്ക്ക് നിന്റെ മനസ്സിൽ എന്തോ വിഷമുണ്ടെന്ന്. കാരണം പുതിയതൊന്നും അല്ലായിരിക്കുന്നു അറിയാം. പ്രത്യേകിച്ചൊന്നും പറയാനും ഉണ്ടാവില്ല അല്ലേ? അമ്മ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. മോൻ സന്തോഷിക്കുകയാണോ അതോ വിഷമിക്കുകയാണോ എന്നറിയാൻ ഒരമ്മയ്ക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എന്തു ചെയ്യാനാ മോനെ? നമ്മുടെ തലയിലെടുത്ത് അവള് നിന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയ 2 കൈ നീട്ടി സ്വീകരിച്ചത്. പക്ഷെ മുള്ളു പോലെ കുത്തോ. അമ്മേ, അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്കിതൊക്കെ ശീലമല്ലേ. എന്നാലും ചില സമയത്ത് അറിയാതെ ഇങ്ങനെ പുറത്ത് ചാടിപ്പോവും. അമ്മയും മോനും കൂടി നേരം വെളുത്തപ്പോ പരസ്പരം ഭയങ്കര സാന്ത്വനിപ്പിക്കലാണല്ലോ. ഏട്ടൻ, അനുജൻ, അമ്മ, അച്ഛൻ, ഇങ്ങനെ ഇവിടെയുള്ള എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ സാന്ത്വനിപ്പിക്കാനുണ്ടമ്മേ. അതില്ലാത്തത് എനിക്ക് മാത്രം. നിന്നെ എന്തിനു വേണ്ടി സാന്ത്വനിപ്പിക്കണം? അതിന് വഴിയൊരുക്കുന്നത് തന്നെ നീയല്ലേ? അത് ശരിയാ. ഞാനിവിടെ എന്തു പറഞ്ഞാലും അതെല്ലാം മറ്റുള്ളവർക്ക് വലിയ വിഷമമാണല്ലോ. പക്ഷെ എന്റെ വിഷമം എന്താന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? വിഷമിക്കുന്നത് നീയല്ലേ ഊർമിള? എന്റെ പൊന്നു മോന് അവൻ കിടന്ന് പിടയോ. നിന്റെ മോനെ വെച്ചുള്ള ഓരോ വാക്കും അവന്റെ ഹൃദയത്തിലേക്കാ കുത്തിക്കേർന്ന്. എന്നാൽ എന്റെ പാവം മോൻ പുറത്ത് കാണിച്ച് ഞങ്ങൾക്ക് വിഷമാവല്ലോ എന്ന് കരുതി അവനെല്ലാം തന്നെ മനസ്സിലൊതുക്കുക. എന്നിട്ട് ചിരിച്ച മുഖത്തോടെ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ അഭിനയിക്കുക. അപ്പൊ അവനല്ലേ സത്യത്തിൽ ഉരുകുന്നത്? നീ ഒരുത്തി കാരണം. അത് ശരി. അപ്പൊ എനിക്ക് നടന്നൊന്നും അന്യായമല്ലേ? അന്യായോ? അത് അന്യായമല്ല, അപകടം. എന്റെ മോൻ എന്റെ മാത്രം മോനായിരുന്നപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നിന്റെ കഴുത്തിൽ താലി കിട്ടിയതിന് ശേഷം ഇങ്ങനെയായത്. അത് നിന്റെ തലയിലെടുത്താണെന്ന് ഞാൻ പറഞ്ഞ, നിന്റെ ഭാഗ്യക്കേടുകൊണ്ട് മാത്രം അവൻ ഇങ്ങനെയായെന്ന് പറഞ്ഞ. അമ്മ, ഇപ്പൊ എന്തിനാ അമ്മ അതൊക്കെ പറയുന്നേ? അവൻ പറഞ്ഞത് കേട്ടോ നീ അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടൊരു വാക്കിന് പോലും നിന്നെ വിട്ടുകൊടുക്കുന്നില്ല. അതാടി എന്റെ മോൻ. ഒരു കാര്യം നീ ഓർക്കുന്നത് നല്ലതാ. എന്റെ മോൻ നിന്റെ സ്ഥാനത്തായിരുന്നുവെങ്കില്, അതുപോലെ അവൻ നിന്റെ സ്ഥാനത്തും ആയിരുന്നെങ്കില്, നിന്നെ ഒരു കുഞ്ഞിനെ പോലെ അവൻ കൈവെള്ളി കൊണ്ട് നടന്നേന്. അതാ എന്റെ മോന്റെ മനസ്സ്.
ഭർത്താവിനെ കാണാതായിട്ട് 2 ദിവസമായി. അവക്കതിന്റെ വല്ല വിഷമം ഉണ്ടോന്ന് നോക്കിയേ. ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുന്നവള്. നിന്റെ അച്ഛനെ ഒന്ന് വിളിച്ചേടി. അവരെ കിട്ടിയോ എന്തോ. എവിടെയാണെന്നെങ്കിലും അറിയാൻ പറ്റുമോന്ന് ചോദിക്ക. ചെയ്തായിരുന്നു അച്ഛമ്മ. ഒരു വിവരം കിട്ടിയില്ല അത്ര. നമ്മളെ കൊല്ലാനുണ്ടായ സന്തതിയാ അവള്. അത്ര പെട്ടെന്നൊന്നും കിട്ടില്ല അവളെ. അന്ന് തന്നെ എല്ലാവരോടും ഞാൻ ഇതൊക്കെ പറഞ്ഞതാ. വഴി കിടക്കുന്ന ദാരിദ്ര്യത്തെ എടുത്ത് വീട്ടിനകത്ത് കൊണ്ടെന്ന് വയ്ക്കല്ലേന്ന്. ആരും കേട്ടില്ലല്ലോ. ആരും ഇല്ലാത്ത അനാഥ കുഞ്ഞല്ലേന്നും പറഞ്ഞു കൊണ്ടുവന്ന് വളർത്തി. എന്നിട്ട് അവൾ ഇന്ന് ഈ കുടുംബത്തോട് കാണിച്ചിട്ട് പോയത് എന്താ? എന്റെ മോളുടെ ജീവിതമല്ലേ നശിപ്പിച്ചേ. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവൾ ഒരിക്കലും നന്നാവില്ല. നശിച്ച് നാറാണക്കല്ല് പതിച്ചോളും. എന്തിനാമേ ഇതൊക്കെ? ഒരു പെൺകുഞ്ഞിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നെന്ന് ഓർക്കണം. വൈദേഹി ഒരിക്കലും നമ്മുടെ കുടുംബത്തെ ചതിക്കില്ല. അങ്ങനെ ഒരു ചിന്ത പോലും അവളുടെ മനസ്സിൽ ഉണ്ടാവില്ല. സ്വന്തം കഴുത്തിൽ താലി കെട്ടിയവനായിട്ടും അവന്റെ കൂടെ ശ്രേയെ പറഞ്ഞയച്ചതല്ലേ അവൾ. ഇത്രയൊക്കെ നടന്നിട്ടും ആ പിശാചിനെ ആണല്ലോ നീ താങ്ങുന്നേ. അന്ന് വേറെ വഴിയില്ലാതെ അവള് സമ്മതിച്ചു. ഇപ്പൊ കിട്ടിയ അവസരത്തിന് അവനെ കൊണ്ട് അവള് ചാടിക്കളഞ്ഞില്ലേ. ഇതുകൊണ്ടാ അന്ന് തന്നെ ഞാൻ അവളുടെ താലി അഴിച്ചു മാറ്റാൻ പറഞ്ഞത്. കേട്ടില്ലല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ നാട്ടുകാരെല്ലാവരും സത്യം അറിയും. അപ്പ കണ്ടോ അവളുടെ സ്വരൂപം എന്താണെന്ന് അന്ന് അവള് കാണിച്ചു തരും. അതെന്തെന്നാടി, പോലീസ് വരുന്നുണ്ടല്ലോ. അവരെ കാണാനില്ലെന്ന് ഇനി നിന്റെ അച്ഛനെങ്ങാനും കംപ്ലൈന്റ് കൊടുത്തതാണോ? എന്തോ എനിക്കെങ്ങും അറിയില്ല അച്ഛമ്മ. എവിടെ ശ്രേയെന്ന് പറയുന്നാരാ? ശ്രേയോ? ശ്രേയ എന്തിനാ? CI സാറ് ശ്രേയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതെ, കുട്ടി തന്നെയല്ലേ അത്? അവള് തന്നെയാ. പക്ഷെ എന്താ കാര്യമൊന്നും പറഞ്ഞില്ല. സ്റ്റേഷനിലേക്കൊക്കെ വിളിപ്പിക്കാന്ന് പറഞ്ഞ. അതെന്താ, ശ്രേയ ഒന്നും പറഞ്ഞില്ലായിരുന്നോ? കഴിഞ്ഞ രാത്രി നിങ്ങളുടെ മോളെ ഒരാൾ ശല്യപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്തായിരുന്നു. ഇപ്പൊ ശ്രേയ വന്ന് കംപ്ലൈന്റ് എഴുതുന്നാലേ അയാൾക്കെതിരെ കേസെടുക്കാൻ പറ്റും. കേസിന്റെ ആവശ്യമൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. അങ്ങനെ എന്താടി ഉണ്ടായത്? അതൊക്കെ ഞാൻ പിന്നീട് പറയാച്ചമ്മ. എനിക്ക് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റില്ല. നിങ്ങൾ പോകാൻ നോക്ക്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെയുള്ള തെമ്മാടികളെ പിന്നെ ശിക്ഷിക്കണ്ടേ?